സ്നേഹാമസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ബാരിഷ് കേസേ മിലേ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ അടിപൊളിയായി പഠിച്ചു വെച്ചേക്കാണ് അല്ലെ. ലൈവുകളൊക്കെ എടുത്തിട്ടുണ്ട്. ലൈവ് കാണാത്തവർ വേഗം പോയിട്ട് കണ്ടോളാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓണം എക്സാമിന് നമുക്ക് ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ചിത്ര പഹചാനെ ബക്സാ ബരെ അല്ലെ. ചിത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ തിരിച്ചറിയൂ. ബക്സാ ബരെ, ബക്സാ ബരെ എന്ന് വെച്ചാൽ എന്താണ്? ആ ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം ആ ബോക്സ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കണം. ബാരിഷ് കേസേ മിലേ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ചോദിക്കാൻ സാധ്യതയുള്ള വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ച് കണ്ടോളാം. ഇത് വേറൊരു തരത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണത് നോക്കിക്കേ. ചിത്രമേ കോൻ കോൻ ഹേ. കോൻ കോൻ എന്ന് വെച്ചാൽ എന്താണ്? ആരെല്ലാം എന്നാണ് അർത്ഥം. എന്താണ്? ആരെല്ലാം. ചിത്രത്തിൽ ആരെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. മക്കൾ എന്ത് ചെയ്യണം? ആരാണ് ഇത് എന്നുള്ളത് ഇങ്ങനെ 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 എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അപ്പൊ ഇതൊക്കെ ആരാണ് എന്നുള്ളതാണ് മക്കളുടെ ഡൗട്ട്. അത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. മക്കൾ എഴുതി പഠിക്കണം. മിസ് ഇത് പറഞ്ഞു തരും, എഴുതി പഠിക്കണം. നോക്കിക്കേ, ആരൊക്കെയാണിത്? ആദ്യത്തെ ആള് നോക്കിക്കേ മക്കള്, ആരാണിത്? പൂച്ചയാണ് അല്ലെ. പൂച്ചയ്ക്ക് നമ്മൾ എന്ത് പറയും? ബില്ലി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചറിന്റെ അടിയിൽ ആരാണ് ഇത് എന്നുള്ളത് എഴുതണം. പൂച്ചയുടെ ചിത്രമാണിത്. ക്യാറ്റ് ആണല്ലേ. എന്താണ്? ക്യാറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ഇത് പൂച്ചയാണ്. പൂച്ചയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ ബില്ലി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബില്ലി എന്നാണ്. ഓക്കെ മിസ്, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, അടുത്തത് ആരാണ്? ഒരു ആടിനെയാണ് തന്നിട്ടുള്ളത് അല്ലെ. എന്താണ്? ഒരു ആടിനെയാണ് തന്നിട്ടുള്ളത്. അതായത് ഗോട്ടിനെയാണ് തന്നിട്ടുള്ളത്. ഗോട്ടിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ബക്കരി അല്ലെ. എന്താ പറയുന്നത്? ബക്കരി. എഴുതി പഠിച്ചോളാം. ബായിഡ കായിഡ റീട്ട് കൊടുക്കുക, ബക്കരി അല്ലെ. ഓക്കെ സെറ്റ്. നോക്കിക്കേ, അടുത്ത ആളാരാണ്? അടുത്ത ആള് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ആളാണ്. ആരാണിത്? ഇതൊരു കുരങ്ങനാണ് അല്ലെ. കുരങ്ങനെ നമ്മൾ ബന്ദർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ബന്ദർ ആണ്. എന്താണ്? മങ്കി ആണ് അല്ലെ. മങ്കിക്ക്, കുരങ്ങന് നമ്മൾ ബന്ദർ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ആളെ നമ്മുടെ എന്തിൽ തന്നിട്ടില്ല? ബാരിഷ് കേസേ മിലേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നിട്ടില്ല. പക്ഷെ പിക്ചറിൽ നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാളെയും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ആരാണിത്? തവളയാണ് അല്ലെ. തവള അല്ലെങ്കിൽ ഫ്രോഗിന് നമ്മൾ പറയുന്ന പേരാണ് മേൻടക് എന്ന് പറയുന്നത്. എന്താണ്? മേൻടക് എന്ന് പറയുന്നത് മക്കൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. മേന്റെ മുകളിലുള്ള കുത്തിടാൻ മറന്നു പോകരുത്. മേൻടക് എന്നാണ് ഇത് വായിക്കുന്നത് അല്ലെ. ഓക്കെ, അടുത്ത ആളാരാണ്? അടുത്ത ആള് മേഘമാണ് അല്ലെ. മേഘം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ഒരു പാഠത്തില്. മേഘത്തിന് നമ്മൾ ബാദൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബാദൽ എന്നാണ് പറയുന്നത് അല്ലെ. അടുത്ത നോക്കിക്കേ, മരമാണ് മക്കൾ. ചെറുതാമ മുതലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. മരത്തിന് നമ്മൾ എന്ത് പറയും? പേഡ് എന്നാണ് പറയുന്നത് അല്ലെ. ട്രീക്ക് നമ്മൾ എന്ത് പറയുന്നു? പേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അപ്പം അത് എഴുതണം. അതിനു വേണ്ടി എഴുതി പഠിക്കണം. വീണ്ടും വീണ്ടും മിസ് പറയാണേ. നോക്കിക്കേ, അടുത്തത് ആരാണ്? അടുത്തതൊരു വെള്ളക്കൊക്കാണ് അല്ലെ. വെള്ളക്കൊക്കിന്റെ കഥയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമ്മൾ എടുത്തപ്പോ പറഞ്ഞതാണ്. വെള്ളക്കൊക്കാണ്. വെള്ളക്കൊക്കിന് നമ്മൾ ബഗുല എന്നാണ്. ഉച്ചാരണങ്ങളും കൂടി മക്കൾ ശ്രദ്ധിക്കണം. ബഗുല എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്? ബഗുല എന്നാണ് കൊക്കിന് നമ്മൾ പറയുന്നത്. അടുത്ത ആളാരാണ്? അടുത്തതൊരു കാളയാണ് അല്ലെ. കാളയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ബൈൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ബൈൽ എന്നാണ്. ബായിടുക, മുകളിൽ ഒരു രണ്ട് വര ഇട്ട എന്തായിരിക്കും അത് വായിക്കുന്നത്? ഐ എന്നുള്ള സൗണ്ട് ആയി അല്ലെ. അപ്പൊ ഇതെന്താണ്? ബൈൽ എന്നുള്ള സൗണ്ട് ആണ്. ബൈൽ, കാള അല്ലെ. ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ബോക്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്തൂടെ? മിസ്സിന്റെ കൂടെ പറഞ്ഞോളൂ കേട്ടോ മക്കള്. മിസ്സിന്റെ കൂടെ പറയാം. ഫസ്റ്റ് നമുക്ക് ആരെയാണ്? ഒരു ആടിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഏരോ മാർക്ക് റൈറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഹിന്ദിയിൽ ദായാം എന്ന് നമ്മൾ റൈറ്റിന് പറയും കേട്ടോ. അപ്പം റൈറ്റിലോട്ട് ഒരു ഏരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ 1 എന്നുള്ളവിടത്ത് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ ഇയാളുടെ പേര് എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കേ, ബ ഖ രി, ബക്കരി. നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ. ഇങ്ങനെയാണ് മക്കളെ എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. അതാണ് മിസ് പറഞ്ഞു വരുന്നത്. ബ ക
എന്ന് നമ്മൾ എഴുതി അല്ലെ. ഈ ബോക്സ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരോ മാർക്കിനനുസരിച്ച് ഇയാളുടെ പേര് നമ്മൾ ഇങ്ങനെ എഴുതണം ബോക്സിൽ. നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, 2 അല്ലേ, 1 എന്നിട്ടിട്ട് ഒരാളുടെ പേരും കൂടി ഇവിടെ 1 എന്നിട്ടിട്ട് ഒരാളുടെ പേരും കൂടി എഴുതിയിട്ടുണ്ട്. താഴേക്കാണ് ഏരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് അല്ലെ. താഴെ എന്നുള്ളതിന് നമ്മൾ നീച്ചെ എന്നാണ് പറയുന്നത് കേട്ടോ. നീച്ചെ എന്നാണ്. നീച്ചേക്ക് താഴേക്ക് ഒരു ഏരോ മാർക്ക് ഇട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? കൊക്കിന്, വെള്ള കൊക്കിന് നമ്മൾ ബഗുല എന്നാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ്. സെറ്റാണ്. അപ്പൊ എന്താണ്? ബ-ഗു-ല എന്ന് നമ്മൾ എഴുതി. അടുത്തത് എന്താണ്? പേടാണ്. രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾക്കും താഴേക്കാണ്. ഇവിടെ 2 മക്കൾ കാണുന്നുണ്ടാവും. 2 എന്നുള്ളിടത്ത് താഴേക്കാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? മരം എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് എഴുതേണ്ടത്. നോക്കിക്കേ, പേട് എന്നാണ്. എന്താണ്? പേട് എന്നാണ്. ഓക്കെ, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ആരാണ്? അടുത്ത കൊരങ്ങൻ കുട്ടനാണ്. മങ്കിക്ക് നമ്മൾ ബന്ദർ എന്നാണ് പറയുന്നത്. അത് 3 എന്ന് എഴുതിയെടുത്ത് താഴേക്കാണ് എഴുതേണ്ടത്. നോക്കിക്കേ, ബന്ദർ എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തത് ആരാണ്? നോക്കിക്കേ, ബൈലാണ്. കാളയാണ് അല്ലെ. കാള എന്നുള്ളത് 4 എന്ന് എഴുതി കൊടുത്ത് നമ്മൾ താഴേക്കാണ് ഏരോ മാർക്ക് കാണുന്നത്. അപ്പൊ താഴേക്കാണ് എഴുതി കൊടുക്കേണ്ടത്. നോക്കിക്കേ, എന്താണ്? ബൈൽ എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഇനി കുറച്ച് ആൾക്കാരും കൂടിയുള്ളൂ, വളരെ ഈസിയാണ്. നോക്കിക്കേ, അടുത്തത് ബാദലാണ് അല്ലെ. എന്താണ്? ബാദലാണ്. ബാദൽ എന്നുള്ളത് 5-മനാണ്. 5-മത്തെ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ ഏരോ മാർക്ക് കാണുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യും? ബാ എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നു. ബാദൽ. നോക്കിക്കേ, ബാദൽ എന്നുള്ളതായി, മേഘത്തിന്റെ പേരായി. യെസ്, സെറ്റ് ആണ്. അടുത്തത് അവസാനത്തത് ആരാണ്? ബില്ലിയാണ്. കാറ്റ് ആണല്ലേ. പൂച്ചയ്ക്ക് നമ്മൾ എന്ത് പറയും? ബില്ലി എന്നാണ് പറയുന്നത്. അപ്പൊ മക്കൾ എന്ത് എഴുതി കൊടുത്തോളാം? ബില്ലി എന്നുള്ളത് എഴുതി കൊടുക്കുക. യെസ്, ബോക്സ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2 രീതിയിൽ ചോദിക്കും. മിസ് പറഞ്ഞ മാതിരി എന്താണ്? ബോക്സിൽ നിന്നായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്? ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടും ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ മക്കൾ ഇപ്പൊ തന്നെ ഈ കോണ്ടന്റ് വീഡിയോ കാണുന്നതോടുകൂടി എന്ത് ചെയ്യാം? ഇത് പഠിക്കാം കേട്ടോ. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.